കന്നഡ. ഇവരെ വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതിനൊക്കെ ലൈനൊക്കെ പോണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പുറത്ത് പറയാൻ നമുക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാണ് നമ്മൾ. കാരണം അത്രയും, അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 50 മീറ്റർ, അതായത് ഏകദേശം ഒരു 100 മീറ്ററോളം പുഴയിൽ നിന്നും ഇങ്ങോട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഏകദേശം ഒരു 10 മീറ്റർ ഹൈറ്റിൽ, അത്രയും ഉയരത്തിൽ പിന്നെ പുഴയിൽ നിന്ന്, ആ പുഴ അന്ന് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. പാനി പാനി ആ ഇതൊക്കെ മേമേ നിങ്ങൾ കേൾക്കണം, മനസ്സിലാവണ്ട. ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്ക്. സിലിണ്ടർ ಗಾಡಿ ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು ಎರಡು ಪಾನಿಯಲ್ಲಿ ಬೆಸ್ಟ್ ಆಯ್ತು. ബ്ലാസ്റ്റ്. ಹಂಗಾದ್ರೆ ಪಾನಿ ಏಟು. അതെ അതെ, അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗാവും ആ സമയത്തുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ പറയണ ദൃക്സാക്ഷികൾ പറയണത് എന്താ വെച്ചാല്, പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് നീരു അത്രയും ഹൈറ്റില് വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലി ഗംഗാവലിയില് ഒലിച്ചുപോയി. അതെ അതെ അതെ, എനിക്കൊരു ലെവലേശം ഞാൻ പറഞ്ഞല്ലോ കന്നഡ അറിയില്ല, അതുകൊണ്ടാണ് കാണിച്ച വീഡിയോയിലും ഇന്ന് കാണിക്കുന്ന വീഡിയോയിലും കാണിക്കുന്നതിന് കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ വയലിലൂടെയൊക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒരു പറയുന്ന പലരും കമൻറ്റ് മുഖേന അറിയിക്കുന്ന കാര്യമുണ്ട്. അത് പിന്നെ ആ മണ്ണിടിച്ചിൽ കാരണം മണ്ണിറങ്ങുമ്പോൾ പുഴയിലേക്ക് വെള്ളം തെറിച്ചു എന്ന്. ആ ഒരു വെള്ളം അത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഓലക്ക് സംഭവിച്ച മാറ്റങ്ങൾ. അവിടെ ഒരു പുകപടലുണ്ടായിട്ടുണ്ട്, ഒരു പിന്നെ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ ആ വീട്, 2 വീടും നാമാവിശേഷമായി. ഈ കല്ലുകൾ തെറിച്ചിട്ടാണ് ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ പിന്നെ അടിയിൽ കാണാൻ പറ്റുന്ന പാടുകൾ കാണുന്നുണ്ടാവും നിങ്ങൾ. അത്രയും ഫോഴ്സിൽ വന്ന് അടിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ മരം ഇവിടെ ഉള്ള മരങ്ങളല്ല. ദൃക്സാക്ഷികൾ പറയുന്നത് ആ മലമുകളിലുള്ള മരമാണ് ഇങ്ങോട്ട് തെറിച്ച് വന്നത്. ഈ തെങ്ങിൻ്റെ ഒക്കെ താഴത്തായിട്ട് കാണുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു വീട്ടിലുണ്ടായിരുന്ന പിന്നെ സ്ത്രീ അത്രയും ദൂരത്തേക്ക് അത്രയും വെള്ളം വന്നിട്ട് ഒലിച്ചു പോയേക്കാണ്. പുഴയിൽ നിന്നാണ് അവർ ബോഡി കിട്ടിയത്. അതുപോലെ ഈ തെങ്ങിൻ്റെയൊക്കെ സൈഡൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളത്. ഒരിക്കലും ഒരു നോർമലി വെള്ളം കയറി വന്നേക്കല്ല. അത് മാത്രമല്ല, ഈ വീടിൻ്റെ മുകളിലേക്ക് ഏകദേശം 5-6 മീറ്റർ ഉയരത്തിലേക്ക് വീണ്ടും വെള്ളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തറ മാത്രം, ചുമരുകളൊന്നും പിന്നെ മേൽക്കൂരകളൊന്നും ബാക്കി വെക്കാത്ത രീതിയിലാണ്, അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുള്ളത്. സാക്ഷികൾ പറയുന്നത് അവിടെ സ്ത്രീ പറഞ്ഞത് ഒരു സ്ഫോടനം സംഭവിക്കുന്നു, എന്നിട്ട് ഏകദേശം ആ ഒരു 25 സെക്കൻഡിൻ്റെ ഉള്ളിൽ എല്ലാം തീരുന്നു, പുഴയിൽ വെള്ളം ഇല്ലാതെയാകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഗ്യാസ് സിലിണ്ടർ വെള്ളത്തിൽ നിന്ന് ലീക്കാവുന്നു. 33 kV ലൈനാണ് ആ പുഴയിലേക്ക് വീണിട്ടുള്ളത്. ആ വീണ സമയത്ത് സ്ഫോടനം സംഭവിച്ചു. ഈ മലകളൊക്കെ കാണിക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ മണ്ണ് ഇടിച്ചതിൻ്റെ മുകളിലേക്കാണ് വെള്ളം കയറി വന്നിട്ടുള്ളത്. ഇവിടെയുള്ള കാണുന്ന ഞാൻ കുറച്ച് കല്ലുകളൊക്കെ കാണിക്കാം. ഈ കല്ലുകളൊക്കെ പുഴേൻ്റെ സൈഡിലുള്ള ഭിത്തിയിലുള്ള കല്ലുകളാണ് തെറിച്ച് വന്നിട്ടുള്ളത്. പുഴയിൽ വെള്ളം കയറിയിട്ട് റോഡിൻ്റെ മുകളിലായിട്ട് വരുന്നു. ആ ഒരു സമയത്ത് വീട് വിട്ടിറങ്ങുന്നു. ആ പിന്നെ ഉരുൾപൊട്ടലിൻ്റെ രംഗങ്ങൾ കണ്ടിട്ടാവും അവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് ആരോ എടുത്തൊരു വീഡിയോ ആണ്. അത് കണ്ടിട്ട് അവർ ഭയന്ന് ഓടുകയാണ്. അത് ലാസ്റ്റ് അവർ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ അവർ രക്ഷപ്പെട്ടുണ്ടാവാനാണ് സാധ്യത. ആ പിന്നെ മരണപ്പെട്ട അമ്മൂമ്മ വീട്ടിലുണ്ടായിരിക്കണം. മറ്റുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവിടെ ജോലി ചെയ്യുന്നവരോ ആ ഭാഗത്തുള്ളവരായിരിക്കാം.
അവർ ഓടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന് 90% നമുക്ക് ഉറപ്പാണ് അവിടെ എന്തോ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇത്തരം ഭയാനകരമായിട്ടുള്ള ആ തെങ്ങുകളും മരങ്ങളൊക്കെ കടപുഴകാനും ഇതേ ഒരു അവസ്ഥയിൽ ഈ പടുകൂറ്റ മരങ്ങളും തെങ്ങുകളും ആ പിന്നെ പുഴയുടെ സൈഡിൽ ഭിത്തികളൊക്കെ കല്ലുകളൊക്കെ ഇതുപോലെ ചെതറിക്കിടക്കാനുള്ള സാധ്യതയില്ല. കാരണം എത്ര ആ ഒരു ഉരുൾപൊട്ടലിൽ 200 മീറ്റർ വീതിയിലുള്ള ഒരു പുഴയിലേക്ക് ഉരുൾപൊട്ടൽ വീണാലും വെള്ളം പിന്നെ കരയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്രയും ഭയാനകരമായിട്ടുള്ള രംഗത്തിലൂടെ ആ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ 6 വീടുകൾ, ആ മരം കാണുന്ന സ്ഥലത്തായിട്ട് അതിന് താഴെയായിട്ട് 6 വീടുകൾ, ആ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ അത്രയും എന്താ പറയാ ഭീതിയോടെ ആയിരിക്കണം ചിലപ്പോൾ ആ ഒരു പുഴയിലെ വെള്ളം അടിച്ച് കയറിയിട്ടുള്ളത്. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണ്. നിങ്ങൾ ഇന്നലെയും വീഡിയോ ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചതാണ്. ആ ഒരു സ്ഥലത്ത് പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇത്രത്തോളം ഈ പുഴയുടെ എതിർവശത്ത് 200 മീറ്റർ അപ്പുറത്ത് ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ പിന്നെ സ്ഫോടനത്തിന്റെ വീഡിയോ കണ്ടതിൽ ആ ഒരു ഭയാനകരമായ സൗണ്ട് എന്താണെന്ന് ആർക്കും